സ്ത്രീക്ക് ആ ക്യാൻ കണ്ടതും ഒരു ഐഡിയ തോന്നി. എന്താണെന്ന് വെച്ചാൽ അവരുടെ ബിൽഡിംഗ് എല്ലാം തകർന്ന് ഒരു സിങ്കിനുള്ളിൽ കുടുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് അവരും അവർക്ക് കിട്ടാവുന്ന എല്ലാ പ്ലാസ്റ്റിക് കുപ്പികളും കൂട്ടിവെച്ചു. അപ്പോഴാണ് കൃത്യസമയത്ത് ഒരു വലിയ വാട്ടർ ടാങ്ക് അവിടേക്ക് ഒഴുകി വന്നത്. അതുപയോഗിച്ച് എങ്ങനെയും രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് എല്ലാവരും ഒന്നൊന്നായി അതിനുള്ളിലേക്ക് കയറി. എല്ലാവർക്കും അതിൽ ഇറങ്ങാൻ സാധിക്കില്ല, കാരണം ആരെങ്കിലും ഒരാൾ അത് പുറത്തുനിന്ന് അടയ്ക്കാനായി തീർച്ചയായും വേണം. അതുകൊണ്ട് തന്നെ ഈ ആളും പുറത്തുനിന്ന് ടാങ്ക് അടച്ചു. ഉടനെ എല്ലാവരും പേടിക്കാൻ തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ അയാൾ പുറത്ത് തന്നെ തുടർന്നാൽ തീർച്ചയായും മരിക്കും. അയാളുടെ മകനും ടാങ്കിനുള്ളിൽ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി. പക്ഷേ അയാൾ ഈ തീരുമാനമെടുത്തത് തന്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനാണ്. ചുറ്റുമുള്ള ഇടമെല്ലാം തകർന്നു വീഴാൻ തുടങ്ങി. അതിനനുസരിച്ച് വെള്ളവും കൂടി വരാൻ തുടങ്ങി. ഈ മനുഷ്യനെ കൊണ്ട് കുറേയധികം സമയം ആ ടാങ്ക് പിടിച്ചിരിക്കാൻ സാധിക്കില്ല. ആ ടാങ്ക് മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കെട്ടിടം തകർന്നു വീഴുന്നതിനനുസരിച്ച് വെള്ളത്തിന്റെ അളവും കൂടി വന്നു. ഉള്ളിലുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നുണ്ടെന്ന് പോലും മനസ്സിലാകുന്നില്ല. ടാങ്കും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ളിലുള്ളവരും ആ വഴി ഈ വഴിയൊക്കെ തെറിച്ചു പോവുകയാണ്. ഇങ്ങനെ മേളിലേക്ക് ടാങ്ക് പോകുമ്പോൾ ഒരു കയറിൽ കുടുങ്ങി. ആ പെണ്ണും ഇതിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടണമെന്ന് കരുതി ആ ടാങ്കിന്റെ സൈഡിൽ പോയി ശക്തിയായി അടിച്ചുകൊണ്ടിരുന്നു. ഭാഗ്യവശാൽ ആ കയറിൽ നിന്ന് രക്ഷപ്പെട്ട് മുകളിലേക്ക് ശക്തിയിൽ ടാങ്ക് പോകുമ്പോഴാണ് ഒരു ഷാർപ്പായിട്ടുള്ള കമ്പിയിൽ കയറി പെട്ടുപോകുന്ന അവസ്ഥയിലായത്. വെള്ളവും ശക്തിയിൽ അകത്തേക്ക് വരാൻ തുടങ്ങി. എല്ലാവരും ചേർന്ന് ആ സ്ഥലത്ത് നിന്ന് ടാങ്ക് തള്ളി മാറ്റാൻ പറ്റുമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് നോക്കിയാൽ ആ പുറത്ത് നിന്ന ആളും ശക്തിയിൽ ആ ടാങ്ക് തള്ളാനായി തുടങ്ങി. കാല് വെച്ച് ചവിട്ടി ചവിട്ടി എങ്ങനെയൊക്കെയോ ഉടുക്കി നിന്ന് ടാങ്കും റിലീസായി. എന്നാൽ ആ ടാങ്കിനുള്ളിലെ കയറിൽ അയാളുടെ കാല് കുടുങ്ങിയിട്ടുണ്ടാകും. ആ ടാങ്കിനൊപ്പം അയാൾ മുകളിലേക്ക് ട്രാവൽ ആകും. ഉള്ളിലുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ തങ്ങളുടെ ജീവൻ അവസാനിക്കാൻ പോവുകയാണെന്ന് കരുതിയ നിമിഷം ആ ടാങ്ക് മുകളിൽ എത്തിയിട്ടുണ്ടാവും. എന്നാൽ ഇവരിപ്പോൾ മേളിൽ വന്നാൽ പോലും വെള്ളം ശക്തിയിലകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ടാങ്കിന്റെ പകുതി വെള്ളം കൊണ്ട് നിറയുമ്പോൾ തന്നെയാണ് ആ പുറത്തുള്ള ആളും ഒരു വിധത്തിൽ ടാങ്കിനെ മൂടി തുറക്കുന്നത്. ഭാഗ്യവശാൽ അതുകൊണ്ട് മാത്രം അവർ രക്ഷപ്പെട്ടു.